ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നേന്ത്രപ്പഴം വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഭയങ്കര സിമ്പിളും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഴംവടയുടെ റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പഴംവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 3 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞത് 650 ഗ്രാമോളം വരുന്നുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല പഴുത്ത് നോക്കിയിട്ട് എടുക്കുക. എത്രത്തോളം നമ്മൾ പഴം പഴുക്കുന്നോ അതിനനുസരിച്ച് ഈ ഒരു വടക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പഴം മൊത്തത്തിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റീമറിൽ വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പഴം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം, അതായത് ഒന്ന് ആവി കയറ്റി എടുക്കണം. ഇതുപോലെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് അങ്ങനെയാലും ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്തെടുക്കുക. കാരണം നല്ല പഴുത്ത പഴം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവിയായിരിക്കാൻ അങ്ങ് സോഫ്റ്റായി കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഞാൻ ഇതെന്തായാലും നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പഴം നന്നായിട്ട് ആവിയേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനിയിപ്പോൾ ഞാൻ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു ബൗളിലേക്ക് പഴം മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. പഴം ഒട്ടും തന്നെ കട്ടയില്ലാതെ. അപ്പോൾ ഓവർ തണുത്തതിന് ശേഷം ചെയ്യാൻ നിൽക്കേണ്ട, ഒരു ഇളം ചൂട് തന്നെ ചെയ്യുമ്പോൾ നല്ലപോലെ പെട്ടെന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഫോർക്ക് വെച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ ഈസി ആയിട്ട് പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ പഴം മൊത്തത്തിൽ ഉടച്ചതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണ്ടിക്കില്ല അതും എടുക്കുക കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ വേണ്ടത് 2 പിഞ്ച് ഉപ്പ്, ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകയില്ല നമ്മുടെ ക്യുമിൻ സീഡ്, അതിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതും കൂടി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം കേട്ടോ പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട്. കാരണം ചില പഴം ഓവർ മധുരം ഉണ്ടാവും, അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുവേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ടങ്ങ് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇത്രയും മതി. ഈ ഒരു രീതിക്ക് ഞാൻ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് നിറയെ ഗോതമ്പ് പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ നേരെ പകുതി ഫസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം മൊത്തത്തിൽ ആദ്യം തന്നെ ചേർക്കേണ്ട, നോക്കിയിട്ട് കുറച്ചായിട്ട് ചേർത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നമുക്കിത് ചുട്ടെടുക്കുന്ന സമയത്ത്. അപ്പോൾ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി കുറച്ചായിട്ട് ചേർക്കട്ടെ. നമുക്കിത് കുഴക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും, കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിത് മുറിഞ്ഞു പോകും, കയ്യിൽ നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും കൂടി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പഴംവടയുടെ മിക്സൊക്കെ റെഡിയായി കേട്ടോ. കയ്യിലെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഷേപ്പ് ചെയ്താൻ പറ്റും. കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമ്മുടെ പഴം വടയാണല്ലോ, അതുകൊണ്ട് തന്നെ വടയുടെ ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതായത് ഉഴുന്നുവടയുടെ ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കയ്യിൽ ഞാൻ കുറച്ചൊന്ന് എണ്ണ തടവിയിട്ടുണ്ട്. എണ്ണയോ അല്ലെങ്കിൽ ഒന്ന് കൈ നനച്ചാലും മതി കേട്ടോ, എന്നാൽ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ട് ഒന്നങ്ങ് നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് കയ്യിൽ ഇതുപോലെ വെച്ചിട്ട് നല്ലപോലെ പരത്തിയിട്ട് ഒരു ഹോളിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പമുള്ള വട വേണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പഴംവട ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഫുള്ളായിട്ട് അങ്ങ് ഷേപ്പ് ചെയ്ത് വെക്കണ്ട, ഓരോന്നോരോന്ന് ഫ്രൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടായതിന് ശേഷം ഇതുപോലെ വട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമ്മുടെ പഴമൊക്കെ വെന്തത്, ആ ഒരു ഗോതമ്പ് പൊടി കാര്യങ്ങളല്ലേ വേവാനുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ച് ഇടയ്ക്കിടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പഴം കൊണ്ട് ചെയ്തതൊന്നും കണ്ടപ്പോൾ അറിയേയില്ലല്ലോ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയല്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും ഇന്ന് വൈകുന്നേരം തന്നെ ചായയുടെ കൂടെ ഇത് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാം നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് അല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുമല്ലോ സ്നാക്കായിട്ട്. അപ്പോൾ അതിന് പറ്റിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ, വെറുതെ പറയല്ല. ട്രൈ ചെയ്താലേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കിഡിലൻ സ്നാക്കാണ് കേട്ടോ. ചൂട് ചായയൊക്കെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്